So, good morning, all. So, welcome back to another lecture of Engineering Thermodynamics. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 2-ൽ നമ്മൾ ഫസ്റ്റ് ഡിറ്റർമൈൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന ടേം എനർജി എന്ന വാക്കിനെ കുറിച്ചിട്ടാണ്. എനർജി. So what is energy? എല്ലാവർക്കും അറിയാം എനർജി എന്താണ്. What is energy? It is the ability to do work. Ability to do work. വർക്ക് ചെയ്യാനുള്ള ശേഷിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുക. ഇറ്റ് ഈസ് എ ഫിസിക്കൽ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ഇൻ പെർഫോമിങ് ദ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എനർജി, പല തരത്തിലുള്ള എനർജികൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് പല അവൈലബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ ദർ ഈസ് കൈനറ്റിക് എനർജി, പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ദർ ഈസ് അനദർ എനർജി കോൾഡ് ഇന്റേണൽ എനർജി. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്ലൈഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ ദർ ആർ മെനി അതർ ടേംസ് ഓഫ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെ എനർജി പല ഫോംസിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്കൊരു എനർജിയായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലോ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് എനർജി. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി വിച്ച് ഈസ് അവർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് നമ്മൾ ആ സൈഡിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ. What do you mean by conservation of energy? Energy can neither be created nor destroyed. It can neither be created nor destroyed. അതായത് എനർജിയെ ഉണ്ടാക്കാനും കഴിയില്ല, ഇല്ലാതാക്കാനും കഴിയില്ല. പക്ഷെ എന്തുണ്ട്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു ദി അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാം, എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എനർജി എന്ന് പറയുന്ന ഈ ടേം, എനർജി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, ഡിസ്ട്രോയ് ചെയ്യാനും കഴിയില്ല ഒരു സിസ്റ്റത്തിൽ. പക്ഷെ എന്ത് ചെയ്യാം, അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജീനെ എനിക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറ്റാം. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിൽ എനിക്കത് കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റാം. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ എന്തുണ്ട്, പോസിബിൾ ആണ് എനർജിയിൽ എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നൗ കമ്മിങ് ടു ദ യൂണിറ്റ്. ഇപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താ, എനർജീനെ SI യൂണിറ്റ്സിൽ അറിയുന്നത്, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ SI യൂണിറ്റ്സിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന്റെ എനർജി 25 എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയാം ഇറ്റ് ഈസ് 25 ജൂൾസ്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25 ജൂൾസ്. ഒരു റാൻഡം നമ്പറാണ് ഞാൻ 25 എന്ന് പറയുന്നത്. സോ എന്താണ് ജൂൾ എന്ന് നമ്മൾ നോക്കുക. സോ 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണ്. സോ എന്താണ് ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിന്റെയാണ്, ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് ഫോഴ്സ് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ന്യൂട്ടൺ ഇൻറ്റു അഗെയിൻ മീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി, സോ വാട്ട് വി ഹാവ് ഈസ് 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് എനർജിയുടെ യൂണിറ്റ്. 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇത്രയാണ് എനർജിയുടെ ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് എനർജി, എന്തൊക്കെ ടൈപ്പ് ഓഫ് എനർജി, പല ടൈപ്പിലെ എനർജിയിൽ അവൈലബിൾ ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി, ആ കൺസർവേഷൻ ഓഫ് എനർജി കഴിഞ്ഞിട്ട് നമ്മൾ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണെന്ന് പഠിച്ചു. ആൻഡ് 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ, ഓർ ഇറ്റ് ഈസ് 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു വെക്കുക. ഹോപ്പ് യു ഹാവ് നോട്ടഡ് ദീസ് തിങ്സ്. ഇനി
നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജികൾ നമ്മൾ പഠിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒരു റിഫ്രഷിംഗ് കൂടെ നമ്മൾ അതിൽ ചെയ്യുന്നു. സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി പഠിച്ചതിൽ ഓരോ എനർജീസിനെയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ദ ഫസ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതുന്നുള്ളൂ. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത്? എനർജി ഗെയിൻഡ് ഡ്യൂ ടു വെർച്യൂ ഓഫ് ഹൈറ്റ് കാരണത്താൽ ഉണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു mg into z. ഓക്കെ, സോ വാട്ട് ഈസ് m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം, g ഗ്രാവിറ്റി ഫോഴ്സ്, z എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എലിവേഷൻ, ഹൈറ്റ്, അതായത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണോ അതാണ് ഈ z കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. സോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും അല്ലെ? ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആയിരിക്കും. അപ്പോൾ പെർ യൂണിറ്റ് മാസ് ആണ് നമ്മൾ നോക്കുന്നെങ്കിലോ, അതായത് ഒരു യൂണിറ്റ് മാസ്, പെർ യൂണിറ്റ് മാസിനാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, അതായത് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 യൂണിറ്റ് ഓഫ് മാസിനാണ് നമ്മൾ നോക്കുന്നെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താവും? 1 ആവും. ആൻഡ് ദാറ്റ് വിൽ ബി റെപ്രസെന്റഡ് ആസ് GZ. അപ്പൊ അതിന്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം, കാരണം പെർ യൂണിറ്റ് മാസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂസ് തരുന്ന നേരത്തെ അതിന്റെ യൂണിറ്റും പ്രോപ്പർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ തന്ന സംഭവം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി എന്താ നിങ്ങൾക്ക് അറിയാം? ഇറ്റ് ഈസ് ദ എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദ ഹൈറ്റ് ഓഫ് ദാറ്റ് സിസ്റ്റം. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് കോമൺലി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് എന്താ? കൈനറ്റിക് എനർജി അല്ലെ? എന്താ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ദ സിസ്റ്റം ഡ്യൂ ടു വെലോസിറ്റി. ആ സിസ്റ്റത്തിന്റെ വെലോസിറ്റി കാരണം അറ്റൈൻ ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയോ ഡ്യൂ ടു ഹൈറ്റ് ഓർ എലിവേഷൻ കേട്ടോ. ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയും. കൈനറ്റിക് എനർജിക്ക് എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി പ്രോസസ് ചെയ്യുന്നത് വെലോസിറ്റി കാരണം. നൗ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് mv² അല്ലെ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് mv². സിമിലർലി പൊട്ടൻഷ്യൽ എനർജിയുടേത് mgz ആണ്. ഹാഫ് ഓഫ് mv². കൈനറ്റിക് എനർജി ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ആൻഡ് വാട്ട് ഈസ് v? പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ v എന്ന് പറഞ്ഞാൽ വോളിയം അല്ല, ഇറ്റ് ഈസ് വെലോസിറ്റി. ഓക്കെ, പൊതുവെ ഡെസിഗ്നേഷൻ ചെയ്യുക വെലോസിറ്റിക്ക്, ഞാൻ പൊതുവെ ഡെസിഗ്നേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്മോൾ ലെറ്റർ v വിത്ത് ആൻ റൗണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഡൗട്ട് വരാതെക്കാൻ. അതല്ല, നിങ്ങൾ വെലോസിറ്റിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാഫ് ഓഫ് mc² എന്ന് ഇട്ട് വെക്കുക. ഇനി ഡൗട്ട് വരികയാണെങ്കിൽ വി തമ്മിൽ ഒരു വേരിയേഷൻ വരണ്ട എന്നുള്ള ധാരണയിലാണ് പറഞ്ഞത്. വിക്ക് പകരം വേണമെങ്കിൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ സിയും കാണിക്കാം. ഓക്കെ, സോ ദ ഇക്വേഷൻ ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് mv². നൗ ഇതിന്റെ യൂണിറ്റും എന്തായിരിക്കും? ഇതിന്റെ യൂണിറ്റും ജൂൾസ് തന്നെയായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എനർജി അല്ലെ? അത് പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് v² ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് mv² ആൻഡ് ഇറ്റ് ഈസ് ജൂൾസ് പെർ കിലോഗ്രാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ z ഈസ് ദ ഹൈറ്റ് വിച്ച് ഈസ് ഇൻ മീറ്റേഴ്സ്, ഹിയർ v ഈസ് ദി വെലോസിറ്റി വിച്ച് ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ കൈനറ്റിക് എനർജി ആയി. ഇനി അടുത്തൊരു എനർജി ടൈപ്പ് ഓഫ് എനർജിയാണ് വിച്ച് വി ഹാഡ് ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് ക്ലാസ്, ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി. ഓക്കെ, എന്തായിരുന്നു ഇന്റേണൽ എനർജി അന്ന് നമ്മൾ പഠിച്ചിരുന്നത്? ഇന്റേണൽ എനർജി അന്ന് നമ്മൾ പഠിച്ചിരുന്നത് ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് വിത്തിൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള എനർജി. എങ്ങനെ കിട്ടിയ എനർജി? ഇറ്റ് മേ ബി ഡ്യൂ ടു റൊട്ടേഷണൽ ഇഫക്ട്സ്, റൊട്ടേഷണൽ കാരണമാവാം, അല്ലെങ്കിൽ വൈബ്രേഷണൽ ഇഫക്ട്സ് കാരണമാവാം. ഓക്കെ, അതായത് ആ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പ്രഷറും അല്ലെങ്കിൽ അതിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന റൊട്ടേഷണൽ എനർജിയോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള കൊളീഷൻ, മേ ബി ഡ്യൂ ടു കൊളീഷൻ കാരണം ഉണ്ടാവുന്ന എനർജിയാണ്
എന്ത് ചെയ്യുക, അതുവഴി ആ സിസ്റ്റത്തിൽ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള എനർജിയാണ് യു കോൾ ഇറ്റ് ആസ് internal energy, and internal energy is represented by the letter U. Okay, internal energy is represented, sorry, it is capital U ട്ടോ. Internal energy is represented by the letter U. അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇന്റേണൽ എനർജിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര മനസ്സിലാക്കുക, വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി ഈസ് ദി എനർജി possessed within the system due to the rotational, vibrational, collisional etc. within the system of the molecules. അത് കാരണത്താൽ ഉണ്ടാവുന്ന എനർജിയാണ് യു കോൾ ഇറ്റ് ആസ് internal energy. Then one more energy which we commonly use, നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള മറ്റൊരു എനർജി എന്ന് പറയുന്നത് fourth one is pressure energy. Pressure energy. പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ ഈ ടേം പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദ എനർജി വിച്ച് ഈസ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് പൊസസ്ഡ് വിത്തിൻ ദ സിസ്റ്റം ഡ്യൂ ടു പ്രഷർ. പ്രഷർ കാരണം ഉണ്ടാകുന്ന എനർജിനെയാണ് യു കോൾ ഇറ്റ് ആസ് പ്രഷർ എനർജി. സോ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറയാം. പ്രഷർ എനർജി that equation is equal to P into small letter v. P into small letter v. What is P? Pressure. What is small letter v? Small letter v എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം എന്നാണ്. ഓക്കെ, എന്താ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്? സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം, ദാറ്റ് ഈസ് വോളിയം, ശരിക്കുമുള്ള വോളിയം ഡിവൈഡഡ് ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയാം. അപ്പൊ ഈ വി എന്ന് പറയുന്നത് ഈ വി ആണ്. ഓക്കെ, ദിസ് ഈസ് സ്പെസിഫിക് വോളിയം. പ്രോപ്പർട്ടി, സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ആണ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ പി ഇൻറ്റു വി ഈസ് ദി പ്രഷർ എനർജി. ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് നോക്കാം പ്രഷർ എനർജിയുടെ. സി, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഏരിയ ഈസ് മീറ്റർ സ്ക്വയർ ആൻഡ് വി ഈസ് വോളിയം ഡിവൈഡഡ് ബൈ മാസ്, അല്ലെ? ദാറ്റ് ഈസ് കിലോഗ്രാം. അപ്പൊ നമുക്ക് യൂണിറ്റ് എന്തായി കിട്ടി? ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം. അതായത് ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ, ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്. സോ പ്രഷർ എനർജി മീൻസ് ജൂൾസ് പെർ കിലോഗ്രാം, അല്ലെ? ദാറ്റ് ഈസ് പെർ യൂണിറ്റ് മാസ്, കാരണം ഇവിടെ സ്പെസിഫിക് വോളിയം ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജൂൾസ് പെർ കിലോഗ്രാം. സോ ഇത്രയാണ് നമ്മുടെ എനർജി ടൈപ്സ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. സോ വി ഹാവ് potential energy, we have kinetic energy, we have internal energy, and the last one we have pressure energy. Hope നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ സ്റ്റുഡൻസ്, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്കാണ്. വാട്ട് ഡു യു മീൻ ബൈ വർക്ക് എന്നതിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ മെക്കാനിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. ബട്ട് ഇൻ തെർമോഡൈനാമിക് ടേംസിൽ നമ്മൾ വർക്കിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ ദ ടോപ്പിക് വർക്ക്, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വെൻ റിഗാർഡ് ടു തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ എനർജി, വർക്ക്, അതേപോലെ ഹീറ്റ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ഹയർ ലെവലിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് വർക്ക്. മെക്കാനിക്സിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാട്ട് ഈസ് വർക്ക്. എന്താ വർക്ക്? വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എവിടെയാണ് നമ്മൾ പഠിച്ചാൽ? ഇത് മെക്കാനിക്സിലാണ്, മെക്കാനിക്സ്. ഓക്കെ, പക്ഷെ തെർമോഡൈനാമിക്സിൽ വർക്കിനെ പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയല്ല. ദോ നമ്മൾ ഇക്വേഷന് നമ്മളിങ്ങനെ ഉപയോഗിക്കുമെങ്കിലും തിയററ്റിക്കലി നമ്മൾ പറയുന്ന നേരത്ത് വർക്കിന് നമ്മൾ പറയുക ഇങ്ങനെയല്ല. തെർമോഡൈനാമിക്സിൽ പറയാം, ഇപ്പം എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടെന്ന് സങ്കല്പിക്കുക. സി, ഐ ഹാവ് എ സിസ്റ്റം. ഈ സിസ്റ്റം വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വർക്ക് നൽകുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയാം ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ഇഫക്റ്റ്, ഇതിൽ എന്തൊക്കെ റിയാക്ഷൻസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ അതെല്ലാം നടന്നു കഴിഞ്ഞാലും അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ്
റേസ് എ വെയിറ്റ്, എന്തെങ്കിലും ഒരു തൂക്കം പൊക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അളവിലുള്ള ഒരു തൂക്കം പൊക്കാൻ ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ഇഫക്റ്റ് കൊണ്ട് എനിക്കൊരു വെയിറ്റ് പൊക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദെൻ വി സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഗിവിങ് അസ് വർക്ക്, എങ്കിൽ സിസ്റ്റം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ടേമിൽ വർക്കിനെ കുറിച്ച് പറയാം. തെർമോഡൈനാമിക്സിൽ നമ്മൾ വർക്കിനെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് ദി സോൾ ഇഫക്റ്റ് ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ റേസിങ് സം വെയ്റ്റ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം വി സേ ദാറ്റ് സിസ്റ്റം പ്രൊഡ്യൂസസ് വർക്ക്. ഇങ്ങനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ എന്ത് ചെയ്യുക, വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് വർക്ക് ഇൻ തെർമോഡൈനാമിക്സ് ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു സേ ഇറ്റ് ഇൻ ദാറ്റ് മാനർ. ദോ ഇക്വേഷൻ വൈസ് നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പറയെങ്കിലും തെർമോഡൈനാമിക്സ് ടേംസിൽ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ ഡെറിവേഷൻ, അതായത് വർക്കിൻ്റെ ഫോർമുല ഡെറൈവ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം അതിൻ്റെ ഡയഗ്രംസ് ഒന്ന് കാണാം. എന്താണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്? സി, ഐ ഹാവ് എ പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റം. ഇതൊരു സിലിണ്ടറാണ്. ഓക്കെ, എക്സ്ട്രാ അഡിഷണൽ സിലിണ്ടറാണ്. ആ സിലിണ്ടറിൽ സി ഒരു പിസ്റ്റൺ ഓൾറെഡി, ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, പിസ്റ്റൺ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. സേ ദിസ് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനെ ഞാൻ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഉണ്ട്, സം സോർട്ട് ഓഫ് ഗ്യാസ്. സോ ആദ്യം പിസ്റ്റൺ ഈ ഒരു പൊസിഷനിലാണ്. ഇറ്റ് ഹാസ് ഗോട്ട് സെർട്ടൻ വോളിയം ആൻഡ് അതെന്താണ്, അതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. സമയം കടന്നു പോകുന്നതനുസരിച്ചിട്ട് ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു പിസ്റ്റൺ പൊസിഷൻ നീങ്ങി 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 ഫൈനൽ സ്റ്റേജ് ഇവിടെ വരെ എത്തും. എന്നിട്ട് ഇത്രയും ഏരിയ ഗ്യാസ് ഉൾക്കൊള്ളും. ആൻഡ് സേ ദിസ് ഈസ് ദി ഫൈനൽ പൊസിഷൻ. നമ്മൾ അസ്യൂം ചെയ്യാണ് ദിസ് ഈസ് ദി പൊസിഷൻ 2. ഓക്കെ, സോ ഇത്രയും ഏരിയ ആയിരുന്നു ആദ്യം, അതായിരുന്നു വോളിയം 1. വി വിൽ ഗിവ് ഇറ്റ് ആസ് V1. രണ്ടാമത്തെ വോളിയം എന്താ, അതായത് ഈ പിസ്റ്റൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങി കഴിയുമ്പോൾ ഇത്രയും വോളിയത്തിൽ ഗ്യാസായി. സോ ദാറ്റ് ഈസ് V2 അല്ലേ. സോ ആദ്യം പിസ്റ്റൺ ഇവിടെയായിരുന്നു, അപ്പോൾ പ്രഷർ ഇവിടെ ഉള്ളത് എന്താ, P1. പിന്നെ രണ്ടാമത് പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ കുറച്ചുകൂടെ വിശാലത കിട്ടി എയറിൻ്റെ സ്പേസിന്, അപ്പോൾ പ്രഷർ P2. അപ്പോൾ ഇവിടെ ഉള്ള പ്രഷർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതല്ല, ഇത് കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞ് കുറച്ച് റിലാക്സ് കിട്ടുമ്പോൾ പിന്നെയുള്ള P2 ആയിരിക്കും കൂടുതലുണ്ടാവുക. ഒബ്വിയസ്ലി P1 ആയിരിക്കും കൂടുതൽ, കാരണം ഇവിടെ ചെറിയൊരു വോളിയത്തിൻ്റെ ഉള്ളിലാണ് ആ പ്രഷർ ഉള്ളത്. സോ ഇവിടെ അപ്പോൾ ഉള്ള പ്രഷറിനെയാണ് വി കോൾ ഇറ്റ് ആസ് P1. രണ്ടാമത് ഇതിനെ ഇങ്ങോട്ടേക്ക് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു പൊസിഷനിലുള്ള പ്രഷറാണ് വി കോൾ ഇറ്റ് ആസ് P2. ഓക്കെ, സോ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 to 2 എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് 1-ൽ നിന്ന് 2-ലേക്ക് ഈ ഡയറക്ഷനിൽ പോവുകയാണ് എൻ്റെ പ്രോസസ്സ് എന്നാണ് ഞാൻ ഇവിടെ ഗ്രാഫിൽ വരച്ചിട്ടുള്ളത്. ദിസ് ഈസ് PV ഡയഗ്രാം. P ഓൺ Y ആക്സിസ്, V ഓൺ X ആക്സിസ്, പ്രഷർ വോളിയം ഡയഗ്രാം എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. സേ ഈ ഒരു പിസ്റ്റണിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കുലാർ ടൈപ്പ് ആയിരിക്കാം. സർക്കുലാർ തന്നെ ആവണമെന്നില്ല, പക്ഷെ നോർമലി നമ്മൾ എൻജിൻസിലൊക്കെ കാണുന്നത് സർക്കുലർ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഞാൻ 2D ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതൊരു റെക്റ്റാങ്കുലാർ ഷേപ്പാന്ന് കരുതരുത്. ഇതിങ്ങനെ ഇതൊരു സർക്കുലാർ സൈസാണ് ഉള്ളത്. ആ ബോർഡിൻ്റെ Z ആക്സിസ് കൂടെ ഒരു സർക്കിളായിട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഏരിയ, ഈ ഒരു പിസ്റ്റൻ്റെ ഏരിയ A ആണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. A എന്ന് പറഞ്ഞാൽ ഒരു A പറഞ്ഞ ഒരു ഏരിയ ആണ് ആ പിസ്റ്റൺ ഉള്ളതെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, സോ ദാറ്റ് A ഈസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പിസ്റ്റൺ. ഓക്കെ, അപ്പം ഞാനിനി വർക്ക് ഡണ്ണ് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് അല്ലേ. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് എങ്ങനെയാണ് എനിക്ക് പ്രഷറും ഏരിയൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റുക? ഫോഴ്സിന് എങ്ങനെയാണ് എനിക്ക് പ്രഷറിൻ്റെ ഏരിയയും ടേംസിൽ എഴുതാൻ പറ്റുക? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P ഇൻറ്റു A അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, ടോട്ടൽ മൂവ്മെൻ്റ് അല്ല. ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഐ ആം ടേക്കിംഗ് എ സ്മോൾ മൂവ്മെൻറ്റ്. അതായത് എൻ്റെ പിസ്റ്റൺ 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്ന
ഫുൾ മൂവ്മെൻ്റ് എടുക്കുന്നതിന് പകരം ഞാൻ അതിൻ്റെ ഇടയിലുള്ള ഇവിടുത്തെ ഒരു ഇവിടെ പിസ്റ്റൺ ഈ മോഷനിൽ ഈ പോയിന്റിലെത്തി, എന്നിട്ട് അതിന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ചെറിയ ഒരു ഡിസ്റ്റൻസ് മാത്രം, ആ ചേഞ്ച് ഇൻ ലെങ്ത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. സോ മൈ ഇക്വേഷൻ ഈസ് PA ഇൻറ്റു DL. സോ ചെറിയൊരു മൂവ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു A ഇൻറ്റു DL. സോ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോളിയം. സോ ഐ ഗെറ്റ് P ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് DV. അതായത് ഇവിടെ ചെറിയ വോളിയം മാത്രം, ആ ചെറിയ വോളിയമാണ് ഇവിടെ കാണുന്ന ഈ ചേഞ്ച്, ഈ വോളിയമാണ് DV. ഞാൻ അതുകൊണ്ടാണ് അതിന് നേരെയാക്കിയിട്ട് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞത്. ആദ്യം പിസ്റ്റൻ്റെ ഈ അടിഭാഗം ഇവിടെ എത്തി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീക്കം ഒരു ചെറിയ ലെങ്ത് DL ആണെങ്കിൽ ദെൻ ഐ വിൽ ഗെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു P ഇൻറ്റു DV. ക്ലിയർ ആണോ? വർക്ക് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു DV. ഇപ്പോൾ ഈ വർക്കിൻ്റെ ഇക്വേഷൻ W ഇസ് ഈക്വൽ ടു P ഇൻറ്റു DV എന്ന് പറയുന്നത് എന്തിൻ്റെ വർക്കാണ്? എൻ്റെ പിസ്റ്റണിനെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റാനുള്ള വർക്കാണ് ഇത്, അല്ലേ? ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ DL-നായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കാണ്, ആണല്ലോ. അപ്പോൾ ഇത് ടോട്ടൽ സിസ്റ്റം ഫ്രം 1 to 2 ആണോ? അല്ല. ഞാൻ ഈ ചെറിയ ചേഞ്ച് ഓഫ് DL-ന് ചെറിയൊരു ചേഞ്ച് ഓഫ് വോളിയം ഉണ്ട്. സോ അതിൻ്റെ വർക്ക് ഡൺ ആണ് ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫ്രം 1 to 2 ഉള്ള ചേഞ്ചിന് ടോട്ടൽ വോളിയം ചേഞ്ച് ഉണ്ടാകുമ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ ഞാൻ എഴുതണം? ദാറ്റ് ഈസ് വർക്ക് ഫ്രം 1 to 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവായിട്ട് കൂട്ടുക. ഫ്രം പൊസിഷൻ 1 to 2, 1-ൽ നിന്ന് 2-ലേക്ക് വരെയുള്ള ഇങ്ങനത്തെ ഒരുപാട് ചേഞ്ചസുകൾ കൂടിയതാണ്. ദാറ്റ് ഈസ് integral of PdV. Work 1 2 is equal to integral of PdV. This is the equation for work done. Hope it is clear for you. Work done in the equation എന്താ? Work done is equal to integral of 1 to 2 P into dV, where P is the pressure and dV is the change in volume. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അസംഷൻ ഇതിലെടുക്കുന്നുണ്ട്. എന്താണ് അസംഷൻ? വി അസ്യൂം ദാറ്റ് ദിസ് വർക്ക് ഡൺ ഈസ് വെരി സ്ലോ. അതായത് ഇതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നോർമലി റിയൽ ലൈഫിൽ റിയൽ കേസസിലൊന്നും ക്വാസി സ്റ്റാറ്റിക് അല്ല, പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ്റെ പാർട്ടിൽ നമുക്ക് ക്വാസി സ്റ്റാറ്റിക് ആയിട്ട് അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഐ ആം അസ്യൂമിങ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്, ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ് എന്നിങ്ങനെയുള്ള രണ്ട് അസംഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് PdV എന്ന് പറയുന്നത്. ആ DV ഈസ് നോട്ട് ജസ്റ്റ് ചേഞ്ച് ഇൻ വോളിയം, ഇറ്റ് ഈസ് ദി സ്പെസിഫിക് വോളിയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത് PdV ചേഞ്ച് ഇൻ വോളിയമാണ്. ഇഫ് ഐ എം കൺസിഡറിങ് ഇറ്റ് ഫോർ എ യൂണിറ്റ് മാസ്, then W is equal to, ഒരു യൂണിറ്റ് മാസിനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, if I am considering it for a unit mass, my work is equal to work from 1 to 2 integral of 1 to 2 P d of V. ഈ V എന്ന് പറഞ്ഞാൽ it is specific volume, that V is specific volume. അത് എപ്പോഴാണ് ഞാൻ ഉപയോഗിക്കുക? if I am considering this for a unit mass. ഓക്കെ, സോ വർക്കിൻ്റെ ഇക്വേഷൻ ആണ് വർക്ക് 1 to 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് PdV, വേർ V ക്യാൻ ബി ദ ചേഞ്ച് ഇൻ വോളിയം. അതല്ല നമ്മൾ യൂണിറ്റ് മാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പെസിഫിക് വോളിയം. ക്ലിയർ? നൗ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് വിച്ച് വി ഹാഡ് ഡൺ, റൈറ്റ്? ഇനി ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇൻ ദ സെൻസ് 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ വർക്കിൻ്റെ കേസിൽ നിർത്തും. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് വർക്ക്. വർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഡയഗ്രാം ഈസ് ഓൾസോ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഒരു എസ്എ പാർട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം, നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് മേ ബി ആസ്ക്ഡ്. ഇനി അടുത്തത് വർക്കിൻ്റെ ഡെറിവേഷൻ നമുക്ക് കിട്ടി, വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1 to 2 P ഇൻറ്റു DV, അല്ലേ? സോ നമ്മളിവിടെ ഒരു വർക്കിൻ്റെ സൈനിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സൈൻ എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ
ചിഹ്നം, അതായത് അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ എന്നുള്ള കേസ് മനസ്സിലാക്കാനാണ് സൈൻ കൺവെൻഷൻ. സോ എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആവുക, എപ്പോഴാണ് വർക്ക് നെഗറ്റീവ് ആവുക? സി, ഒരു സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്. ഹോപ്പ് യു ക്യാൻ സി ദിസ് ഈസ് എ സിസ്റ്റം. ഈ സിസ്റ്റം വർക്ക് എനിക്ക് ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് തരുന്നുണ്ടെങ്കിൽ, ഈ സിസ്റ്റം എനിക്ക് വർക്ക് ഔട്ട്പുട്ടാക്കിയിട്ട് പുറത്തേക്ക് തരുന്നുണ്ടെങ്കിൽ, ഐ കോൾ ദിസ് വർക്ക് ടു ബി പോസിറ്റീവ്. ഒരു സിസ്റ്റം അതിൻ്റെ ഉള്ളിലെ റിയാക്ഷനും വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് വർക്ക് ഡൺ തരുന്നുണ്ടെങ്കിൽ ദാറ്റ് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് വെൻ ദ സിസ്റ്റം ഗിവ്സ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. വർക്ക് പോസിറ്റീവ് ആവുക എപ്പോഴാണ്? വെൻ ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റമാണ് വർക്ക് തരുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് വർക്ക്. വർക്കിനെ നമ്മൾ പോസിറ്റീവായിട്ട് പറയും. എപ്പോഴാണ് വർക്ക് നെഗറ്റീവ് എന്ന് നമ്മൾ പറയാം? വെൻ ഡു വി സേ വർക്ക് ഈസ് നെഗറ്റീവ്? വെൻ വർക്ക് ഈസ് ഡൺ upon the system. When work is done upon the system. അപ്പോൾ വർക്ക് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? എൻ്റെ അടുത്തൊരു സിസ്റ്റം ഉണ്ട്, ഓക്കെ, അതിൽ വർക്ക് പുറത്തേക്കൊന്നും വർക്കൊന്നും തരുന്നില്ല. ഐ ഹാവ് എ സിസ്റ്റം ആൻഡ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സിസ്റ്റം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് അതിന് ഉള്ളിലേക്ക് കുറച്ച് വർക്ക് കൊടുക്കണം എന്ന കേസാണെങ്കിൽ, ഇങ്ങനെ കൊടുക്കുന്ന വർക്ക്, സിസ്റ്റത്തിൻ്റെ പുറത്തുനിന്ന് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വർക്കാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. സോ ദാറ്റ് മീൻസ് വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം. മറ്റേത് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, അതായത് സിസ്റ്റം തന്നെ വർക്ക് തരുന്നു, ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്. നമ്മൾ സിസ്റ്റത്തിൻ്റെ മുകളിലാണ് വർക്ക് കൊടുക്കുന്നതെങ്കിൽ, സിസ്റ്റത്തിനാണ് വർക്ക് കൊടുക്കുന്നതെങ്കിൽ വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം, ദാറ്റ് ഈസ് എ നെഗറ്റീവ് വർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താ വെച്ചാൽ, നമുക്ക് ചില പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ വാല്യൂ തരും 45 കിലോ ജൂൾ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും ടേം തരുമ്പോൾ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും W വർക്ക് എന്ന് പറഞ്ഞത് 45 ജൂൾസ് ആണ്. ചിലപ്പോൾ പ്രോബ്ലത്തിൽ തരിക കുറേ സെൻറ്റൻസ് തരുന്നതിൻ്റെ അടിയിൽ പിന്നെ തരും 45 ജൂൾസ് ഓഫ് വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം ഓർ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ജൂള് വർക്ക് സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്തു. 45 ജൂൾസ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു -45 എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോഴേക്ക് നമുക്ക് പ്രോബ്ലത്തിൽ വാല്യൂസ് മാറും. സോ സൈൻ കൺവെൻഷൻ ഈസ് മാൻഡേറ്ററി. ഇതുപോലൊരു സൈൻ കൺവെൻഷൻ നമുക്ക് ഹീറ്റിൽ വരാനുണ്ട്, അത് അപ്പോൾ വരുമ്പോൾ എടുക്കാം. ആൻഡ് വി ക്യാൻ കമ്പയർ, അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാമ്യത കിട്ടും എന്താണെന്നുള്ളത്. സോ ഇൻ കേസ് ഓഫ് വർക്ക് ഡൺ, സൈൻ കൺവെൻഷൻ, വർക്ക് ഈസ് പോസിറ്റീവ് വെൻ ദ സിസ്റ്റം ഗിവ്സ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. And the work is negative when the work is done on the system, or if the work is done upon the system, the work will be negative. ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഈ ഗ്രാഫിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഗ്രാഫിൽ പ്രഷർ വോളിയം ഡയഗ്രാം ഗ്രാഫ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഗ്രാഫ് ഇതാണ് നമ്മുടെ പാത്ത് അല്ലേ. ആൻഡ് വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ W is equal to integral of 1 to 2 PdV. 1 to 2 PdV, അതായത് പ്രഷർ ഇൻറ്റു വോളിയമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ഡണ്ണ് തരുന്നത്. പ്രഷർ ഇൻറ്റു വോളിയമാണ് വർക്ക് ഡൺ തരുന്നത്, അതായത് പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഈ ഏരിയ, ഞാൻ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആയിട്ടുള്ള ഈ കംപ്ലീറ്റ് ഏരിയ, ഈ ഇൻക്ലൂഡിങ് ഓൾ ദ ഏരിയാസ്, ഈ കംപ്ലീറ്റ് ഏരിയ എന്തായിരിക്കും? ഈ കംപ്ലീറ്റ് ഏരിയ ആയിരിക്കും 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ ഏരിയകളായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലായത്? വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് P ഇൻറ്റു V.
അതായത് പ്രഷർ ഇൻറ്റു വോളിയം, ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ഈ പ്രഷർ വോളിയം ഗ്രാഫിൽ വരുന്ന ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഈ ഏരിയ എന്ന് പറയുന്ന ഏരിയ എന്തായിരിക്കും? ഈ ഏരിയ ആയിരിക്കും ആ പ്രോസസ്സിൻ്റെ, ആ 1 to 2 പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഓർമ്മിച്ച് വെക്കണം. പ്രഷർ വോളിയം ഗ്രാഫാണ്, വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു വി ഡി വി ആണ്. സോ അതിൻ്റെ കീഴിൽ വരുന്ന ഏരിയ ആയിരിക്കും ആ ഒരു പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ദിസ് ഈസ് ദ കറക്റ്റ് ഏരിയ വേർ വി ഷുഡ് ഡിസ്കസ് ദാറ്റ് അഗെയിൻ. സോ വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ ആണോ പോയിന്റ് ഫംഗ്ഷൻ ആണോ? എൻ്റെ അടുത്ത് ഐ എം ടേക്കിംഗ് എ പി വി ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം. എൻ്റെ അടുത്ത് ഒരു പ്രോസസ്സ് 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു, ദിസ് ഏരിയ. ഓക്കെ, അതേ 1-ൽ നിന്ന് 2-ലേക്ക് പ്രോസസ്സിന് ഇങ്ങനെയും പോവാം, പോയിക്കൂടെ? വേറെയും വഴികളുണ്ട് പോവാൻ. അപ്പോൾ ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ്. അപ്പോൾ ഞാൻ ഇതിന് എ എന്നും ഇതിന് ബി എന്നും പറയാം. അപ്പോൾ 2 പാത്തുകളുണ്ട്. സേ 1A2, 1B and 2, അങ്ങനെ 2 പാത്തുകളുണ്ട് അല്ലേ? സോ ഈ ഒരു സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് എത്തുമ്പോൾ ത്രൂ പാത്ത് എ, വർക്ക് ഡൺ ത്രൂ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 1 to 2 പി ഇൻറ്റു ഡി വി തന്നെയാണ്. അതേപോലെ വർക്ക് ബി എന്ന് പറയുന്നതും ഇക്വേഷൻ വൈസ് ഇൻ്റഗ്രൽ 1 to 2 പി ഡി വി തന്നെയാണ്. പക്ഷേ ഈ 2 വർക്കും സെയിം ആണോ? വർക്ക് ഓഫ് എ ആൻഡ് വർക്ക് ഓഫ് ബി, ഇത് രണ്ടും സെയിം ആണോ? ദീസ് 2 ആർ നോട്ട് സെയിം. വൈ? ബിക്കോസ് ഇവിടെ എടുത്ത പാത്ത് രണ്ടും വ്യത്യാസമുണ്ട്. വർക്ക് ഡൺ എ, വർക്ക് ഓഫ് എ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാത്ത് 1A2-ലൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇതിൻ്റെ താഴെയുള്ള ഈ റീജിയൻ മാത്രമാണ് ഇതിൻ്റെ ഏരിയകൾ. മറിച്ച് വർക്ക് ഡൺ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ത്രൂ പാത്ത് 1B2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഏരിയ പറയുമ്പോൾ ദാ ഇത്രയും ഏരിയയും കൂടെ എക്സ്ട്രാ എന്ത് ചെയ്യും? വർക്ക് ഡൺ ആയിട്ടാണ് വരിക. അപ്പോൾ എന്തല്ല, വർക്ക് ഡൺ ബൈ ബി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ബൈ എ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ? സോ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വർക്ക് എന്ന് പറയുന്ന സാധനം, ഈ വർക്ക് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് എ പാത്ത് ഫങ്ഷൻ. പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ത്രൂ വിച്ച് ദ വർക്ക് ഈസ് ഡൺ. ഇപ്പോൾ സ്റ്റേറ്റ് 1-ൽ നിന്ന് 2-ലേക്ക് എങ്ങനെ പോയാലും ഒരേ വർക്കല്ല കിട്ടുക. പല മെത്തേഡ് കൂടെ പോകുമ്പോൾ എനിക്ക് പല എമൗണ്ട് ഓഫ് വർക്കായിരിക്കും കിട്ടുക. സോ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് ഫങ്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ദ പ്രോസസ് ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിനെ വേറൊരു ടേമും കൂടെ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് ഒരു പാത്ത് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ ഇറ്റ് ഈസ് എ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിന് എക്സാമ്പിളായിട്ട്. ക്ലിയർ? സോ വർക്ക് ഈസ് എ പാത്ത് ഫങ്ഷൻ, സോ ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ ഇറ്റ് ഈസ് എ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതേ സമയം ഇതേ ഗ്രാഫിൽ ഇവിടെയുള്ള പ്രഷർ എന്താ? ഇറ്റ് ഈസ് P1. ഇവിടെയുള്ള പ്രഷർ എന്താ? ഇറ്റ് ഈസ് P2. ഇങ്ങോട്ടേക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടുത്തെ വോളിയം എന്താ? V1. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ വോളിയം എന്താ? V2. അത് പാത്ത് എയിലൂടെ പോയാലും പാത്ത് ബിയിലൂടെ പോയാലും പ്രഷർ P1-ന് 2-ൽ മാറ്റമുണ്ടോ? ഇല്ല. പ്രഷർ 2-ൽ 2-ലും മാറ്റമുണ്ടോ? ഇല്ല. V1 വോളിയം 1-ഉം വോളിയം 2-ഉം 2 പാത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ 2 വാല്യൂസിന് മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ദ പ്രോപ്പർട്ടീസ് ആണ് എന്ത്? പ്രഷർ, വോളിയം അല്ലേ? ദീസ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് പോയിന്റ് ഫങ്ഷൻസ്. ഞാൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാന്നുള്ളൂ, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പ്രഷറും വോളിയം എന്താണ്? ദീസ് ആർ പോയിന്റ് ഫങ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ എന്നോ അല്ലെങ്കിൽ ഈ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്നോ നമുക്ക് പറയാം. മാത്രമല്ല ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ പ്രഷർ നമുക്ക് കാണാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ? ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ
P2 മൈനസ് P1 എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. P2 മൈനസ് ഇത് ഇത്രയും ചേഞ്ച് ഓഫ് പ്രഷറാണ് നടന്നിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ. 1ൽ നിന്ന് 2ലേക്ക് മാറുമ്പോൾ എ പാത്ത് കൂടെ പോയാലും ബി പാത്ത് കൂടെ പോയാലും ചേഞ്ച് ഇൻ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിമിലർ തന്നെയല്ലേ ഡെൽറ്റ വി. ചേഞ്ച് ഇൻ വോളിയമോ അത് V2 മൈനസ് V1 തന്നെ ആയിരിക്കും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിലോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാലും T2 മൈനസ് T1 ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? പ്രോപ്പർട്ടീസ് പോയിന്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഒരു സൈക്ലിക് പ്രോസസ്സ് ആയിരുന്നെങ്കിലോ, പ്രഷർ വോളിയം ഡയഗ്രാം ഐ ഹാവ് പോയിന്റ് 1 പോയിന്റ് 2. എന്താ സൈക്ലിക് പ്രോസസ്സ്? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ്സ് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുക എന്നതിനെയാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാം. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് 1 ആൻഡ് ഐ മൂവ് ടു ദ സ്റ്റേറ്റ് 2 ത്രൂ പാത്ത് എ അല്ലെങ്കിൽ പ്രോസസ് എ, ആൻഡ് ഫ്രം 2 ഐ ഹാവ് റീപ്ലേസ്ഡ് ബാക്ക് ടു പോയിന്റ് സ്റ്റേറ്റ് 1 ത്രൂ എ പാത്ത് ബി. സോ ഇറ്റ് ഈസ് എ സീരീസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ കോൺസിക്യൂട്ടീവ് നമ്പർ ഓഫ് പ്രോസസ്സസ് ആർ ദർ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ 1ൽ നിന്ന് തുടങ്ങി ഞാൻ തിരിച്ച് 1ലേക്ക് തന്നെ എത്തി അല്ലേ. സോ വാട്ട് വിൽ ബി മൈ ചേഞ്ച് ഇൻ പ്രഷർ ദെൻ? ഞാൻ ഇതിവിടെ മായ്ക്കാണ് ഓർ ഐ വിൽ ജസ്റ്റ്. സോ ഒരു സൈക്ലിക് പ്രോസസ്സാണെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 ആണ്. പക്ഷേ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താ? സെയിം ആണ്. കാരണം എന്താ? തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെയാണ് അവസാനിച്ചത്. ഇവിടെ നമ്മൾ P2 എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രഷർ എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ എത്തി, ഇവിടെ നിന്ന് അവസാനിച്ചു. ഇത് തുടങ്ങുന്ന പ്രഷർ P1. സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോഴോ തുടങ്ങുന്ന പ്രഷർ തന്നെയാണ് അവസാനിക്കുന്ന പ്രഷറും. സോ P2 മൈനസ് P1 ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0 അല്ലേ. അതേപോലെ ഡെൽറ്റ വി, വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ വോളിയം? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് 0. സിമിലർലി ഈസ് ദ കേസ് ഓഫ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാലും വാട്ട് ഇറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് സൈക്ലിക് ആയിട്ടാണ് ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ, അതിൻ്റെ പ്രോപ്പർട്ടീനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഏതപ്പോൾ ഉദ്ദേശം പറയുകയാണെങ്കിൽ പ്രഷർ dP. സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു 0 ഫോർ എ സൈക്ലിക് പ്രോസസ് അല്ലേ. ഈ സൈക്ലിക് ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് സൈക്ലിക് ഇൻ്റഗ്രൽ ഫോർ ദ ക്ലോസ്ഡ് പാത്ത്. സൈക്ലിക് ഇൻ്റഗ്രൽ ഫോർ ദ ക്ലോസ്ഡ് പാത്ത് അതിൻ്റെ പ്രഷറിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സിമിലർലി സൈക്ലിക് ഇൻ്റഗ്രൽ ഫോർ ദ ക്ലോസ്ഡ് പാത്ത് ഓഫ് പ്രോപ്പർട്ടി ചേഞ്ച് ഇൻ വോളിയം ഈസ് 0. Similarly, cyclic integral of the closed path and the change in temperature is 0. So, ഇതൊരു സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകതയാണ്. സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ദ ചേഞ്ച് ഇൻ പ്രഷർ വിൽ ബി 0. അതേപോലെ തന്നെ ആയിരിക്കും വോളിയമും, അതേപോലെ തന്നെ ആയിരിക്കും ടെമ്പറേച്ചറും. കാരണം എന്താ? ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റ്സും സെയിം ആയിരിക്കും ഫോർ എ സൈക്ലിക് പ്രോസസ്സ്. വേറെ ഒരു സാധാരണ രീതിയിലുള്ള പ്രോസസ്സാണ് ഫ്രം സ്റ്റേറ്റ് 1 to 2 ആണെങ്കിൽ ഈ കണ്ടീഷൻ വാലിഡ് അല്ല. അപ്പോൾ എന്തായിരിക്കും? P2 മൈനസ് P1 ആയിരിക്കും ചേഞ്ച് ഇൻ പ്രഷർ. വോളിയം എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1, ടെമ്പറേച്ചർ ഇസ് T2 മൈനസ് T1. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് dP 0 ആണെന്ന് മനസ്സിലാക്കാം, dV 0 ആണെന്ന് മനസ്സിലാക്കാം, dt 0 ആണെന്ന് മനസ്സിലാക്കാം. So that's all for today's class. So today we had discussed we had started with the second module. ആ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ തുടങ്ങിയത് എനർജി വെച്ചിട്ടായിരുന്നു. എനർജി എന്താണെന്ന് നമ്മൾ പഠിച്ചു, എനർജിയുടെ ടൈപ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു, എനർജിയുടെ SI യൂണിറ്റ്സ് പഠിച്ചു, ഓരോ ടൈപ്സിൻ്റെയും ഇക്വേഷൻസ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, വർക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു വർക്ക് ട്രാൻസ്ഫറിൻ്റെ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കാനുള്ള പ്രോസസ്സ് കാണിച്ചു. സിമിലർലി പോയിന്റ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന് കാണിച്ചു. ആൻഡ് ദെൻ വി ഹാവ് ഗോൺ ഫോർ ദി സൈക്ലിക് ഇൻ്റഗ്രൽ. ഒരു സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഓഫ് ദോസ് പ്രോപ്പർട്ടീസ് ആർ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കാണ്.
വർക്ക് ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പല കോലത്തിലുള്ള വർക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്, ഷാഫ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഉണ്ട്, പിന്നെ സ്പ്രിങ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഉണ്ട്, മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഉണ്ട്. അങ്ങനെ കുറേ വർക്കുകളുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഓവറോൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കലാണ് ഇമ്പോർട്ടൻസ്. അതിന് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്ന് പെട്ടത് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ചില നേരത്തെ നിങ്ങൾക്ക് ഇക്വേഷൻസ് സ്വയം ഡിറൈവ് ചെയ്യേണ്ടി വരും. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. അതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസും കൂടി ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുക. So hope you have understood today class. So if you have any doubts, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, or you can comment below on the section in this Google Classroom video. Okay, thank you all.